പ്രസവവേദന അനുഭവപ്പെട്ടപ്പോൾ മറിയം ബീവി ഒരു ഈത്തപ്പന മരത്തിൽ ചാരിയിരുന്നു. ആളുകളിൽ നിന്ന് ഒരു മറയായി ഇതിനെ അവർ കരുതി. പ്രസവവേദനയും മാനസിക സംഘർഷവുമായി മഹദി എന്ത് ചെയ്യണമെന്ന് അറിയാതെ പരിഭ്രമിച്ചു. ആദ്യ പ്രസവമായതിനാൽ അതിൻ്റെ ക്ലേശവും ബുദ്ധിമുട്ടും മറിയ ബീവിക്ക് അനുഭവപ്പെട്ടിരുന്നു. പരിചരിക്കാൻ ആളില്ല. വിജന സ്ഥലത്ത് ഏകയായി മരച്ചുവട്ടിൽ ഒറ്റക്കാണ്. ആഹാരവും പാനീയവുമില്ല. എന്നാൽ എല്ലാം സഹിക്കാം. പ്രസവിച്ചു കഴിഞ്ഞാൽ സമൂഹത്തോട് എന്ത് പറയും എന്നതായിരുന്നു മഹദിയുടെ ആശങ്ക. എന്നാൽ തത്സമയത്ത് തന്നെ അള്ളാഹുവിൻ്റെ സന്ദേശം മറിയം ബീവിയുടെ സഹായത്തിനെത്തി. അടുത്തുനിന്ന് ഒരാശേരി, തൊട്ടടുത്ത് അരുവിയുണ്ട്. ഈത്തപ്പന മരം കുലുക്കിയാൽ പഴങ്ങൾ വീഴും. തിന്നും കുടിച്ചും ധൈര്യമായിരിക്കൂ. ജനങ്ങൾ ചോദിച്ചാൽ ഒന്നും മിണ്ടരുത്. വ്രതമാണെന്നും ഇന്ന് ജനങ്ങളോടൊന്നും സംസാരിക്കില്ലെന്നും ആംഗ്യം കാണിച്ചാൽ മതി. അങ്ങനെ ജനങ്ങളെ അഭിമുഖീകരിക്കേണ്ട പ്രശ്നത്തിന് പരിഹാരം അള്ളാഹു പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ ഈത്തപ്പന മരത്തിൻ്റെ ചുവട്ടിലാണ് അള്ളാഹുവിൻ്റെ മഹത്തായ ദൃഷ്ടാന്തം ഈസാ നബി അലൈഹിസ്സലാമയുടെ ജനനം മറിയം ബീവി മുഖേന പൂർണ്ണമായത്. ക്രിസ്ത്യാനികളുടെ വാദപ്രകാരം ബത്ലഹേമിലെ പുൽക്കൂട്ടിലാണ് ഈസാ നബിയുടെ ജനനം എന്നതിന് ശക്തമായ ഖണ്ഡമാണിത്. പ്രസവത്തിന് ശേഷം മറിയം ബീവി കുട്ടിയുമായി ജനങ്ങൾക്കിടയിലേക്ക് ചെന്നു. വിവാഹിതരായ മറിയം ബീവിയുടെ കുട്ടിയെ കണ്ട് അവർ അത്ഭുതപ്പെട്ടു. അവർ മറിയം ബീവിയെ ആക്ഷേപിച്ചു. വിശുദ്ധി ചമഞ്ഞ് നടന്ന വ്യഭിചാരി, നിന്റെ ഉമ്മ വ്യഭിചാരിയായിരുന്നില്ലല്ലോ, ഒപ്പ നീചനുമായിരുന്നില്ല, എന്നിട്ടും ഇത്ര ധിക്കാരം ചെയ്യാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു തുടങ്ങിയ ആക്ഷേപ സ്വരങ്ങൾ അവർ മറിയം ബീവിക്ക് നേരെ എറിഞ്ഞു. എല്ലാം കേട്ട് അവർ മൗനമായി നിന്നു. ശേഷം മറിയം ബീവി കുട്ടിയിലേക്ക് ചൂണ്ടി, എല്ലാം ഇവനോട് ചോദിക്കൂ എന്ന് പറഞ്ഞു. ഇവളെന്താ തങ്ങളെ പരിഹസിക്കുകയാണോ എന്ന് അവർക്ക് തോന്നി. കാരണം കൈക്കുഞ്ഞ് സംസാരിച്ച അനുഭവം അവർക്കില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ മഹത്തായ ദൃഷ്ടാന്തം വീണ്ടും അവിടെ പുലർന്നു. അങ്ങനെ തൊട്ടിൽ പ്രായത്തിൽ ഈസാ നബി അലൈഹിസ്സലാം സംസാരിച്ചു. ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്. അവൻ എനിക്ക് ഗ്രന്ഥം തന്നു, എന്നെ പ്രവാചകനാക്കി. ഞാൻ എവിടെയാണെങ്കിലും എന്നെ അവൻ അനുഗ്രഹീതനാക്കി. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലമത്രയും നമസ്കരിക്കാൻ അവൻ എന്നോട് കൽപ്പിച്ചു. അവൻ എന്നെ മാതാവിന് ഗുണം ചെയ്യുന്നവനുമാക്കി. അവൻ എന്നെ അഹങ്കരിക്കുന്ന ദുർമാർഗിയാക്കില്ല. ഞാൻ ജനിക്കുന്ന ദിവസവും മരിക്കുന്ന ദിവസവും പുനർജീവിക്കപ്പെടുന്ന ദിവസവും എനിക്ക് ശാന്തി. ഇപ്രകാരം കൈക്കുഞ്ഞിനെ കൊണ്ട് സംസാരിപ്പിച്ച അള്ളാഹു മറിയമിന് ഒരു വലിയ സങ്കീർണമായ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റി. ഇതിനു ശേഷം മറിയം ബീവിക്ക് എന്ത് സംഭവിച്ചുവെന്നോ അവിടുത്തെ അന്ത്യഘട്ടത്തെയോ ഖുർആനിൽ പ്രതിപാദിച്ചിട്ടില്ല.